ഹായ്, ഹലോ. ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരും പാട്ടും പാചകത്തിലേക്ക് വരിക. നമുക്ക് അപ്പോൾ ഇന്ന് ഒരു വെറൈറ്റി ആയിട്ട് ഞാൻ ഈ കണവ കൊണ്ട് ഒരു വിഭവം ഞാൻ ഉണ്ടാക്കാൻ പോവുകയാണ്. അത് എങ്ങനെ ഇരിക്കും എന്നുള്ളത് നമുക്ക് ഉണ്ടാക്കി കഴിച്ചതിന് ശേഷം നോക്കാം. അപ്പോൾ ഈ കണവ നന്നായി കഴുകി ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഏതാണ്ട് ഒരു ഗ്ലാസ് വെള്ളം ഇതിനകത്ത് കൊള്ളും. പക്ഷേ ഇതിനകത്തെന്ന് പറഞ്ഞാൽ മണ്ണും അഴുക്കുകൾ എല്ലാം ഉണ്ട്. അത് നന്നായി ഞാൻ പിച്ചാത്തിക്ക് കറക്കി എടുത്ത് വൃത്തിയാക്കി, പിന്നെ കൈയുടെ വിരലുകൾ കൊണ്ടും അഴുക്കെടുത്ത് അതിന് ശേഷം വെള്ളം ഇതിനകത്ത് നിറച്ച് നമ്മൾ കുലുക്കി നമ്മൾ കുപ്പി കഴുകും പോലെ കഴുകി ഇതിനെ വൃത്തിയാക്കി റെഡിയാക്കി വെച്ചിരിക്കുന്ന കണവയാണിത്. അതിലേക്ക് ഇനി നമ്മൾ എന്താണ് ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. എല്ലാവർക്കും സുഖമാണല്ലോ. അതുപോലെ ഞാൻ അതിന് ആവശ്യമായ കൂട്ടുകൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് അരിമാവാണ്, വെള്ള അരിമാവാണ്, പച്ചരി വെള്ള അരിമാവ്. അപ്പോൾ അതിലേക്ക് ആവശ്യമായത് കുറച്ച് തേങ്ങ, ഇത്ര തേങ്ങ ഞാൻ എടുത്തിട്ടുള്ളൂ. ചിരണ്ടി എടുത്ത തേങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരുപാടില്ല, നമ്മളെ കൈക്കാണെങ്കിൽ ഒരു പിടി തേങ്ങ ചിരണ്ടിയത്. ഇനി ആവശ്യമായത് ഉപ്പ് അത് ആവശ്യത്തിന് നമ്മൾ ഇട്ട് അത് കറക്റ്റ് ചെയ്ത് മിക്സ് ചെയ്ത് ഇളക്കിയതിന് ശേഷം നമ്മളത് ഉപ്പ് കുറവാണോ കൂടുതലാണോ എന്ന് നോക്കണം. കാരണം പിന്നീട് നമുക്കത് ഇടാൻ പറ്റുന്നതല്ല. അതിലേക്ക് പച്ചരിയുടെ അരിമാവിലേക്ക് ഞാൻ തേങ്ങ ഇട്ടു, ഉപ്പിട്ടു. ഇനി ഞാൻ അതിലേക്ക് ചെയ്യാൻ പോകുന്നത് കുറച്ച് കുരുമുളക് പൊടിയാണ്. അതൊരു 1/2 സ്പൂൺ കുരുമുളക് പൊടി. കുറച്ചും എടുക്കാം, കൂട്ടിയും എടുക്കാം. അടുത്തത് ഞാൻ എടുക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ്. അതെടുത്തിട്ടുണ്ട്. കാരണം അത് കുരുമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയും ഇല്ലാതെ പറ്റത്തില്ല, ഗ്യാസ് പ്രോബ്ലം ആകും. കുട്ടികൾക്കാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. എൻ്റെ കൊച്ചു മക്കൾക്ക് വേണ്ടിയാണ് ഞാനിത് കൂടുതലായിട്ട് ഇന്നത്തെ ഈ വിഭവം ഞാൻ ഉണ്ടാക്കുന്നത്. അടിപൊളിയാണ്, കുട്ടികൾക്കാണ്, എല്ലാവർക്കും കഴിക്കാം. എന്നാലും എൻ്റെ കൊച്ചു മക്കൾക്കാണല്ലോ, അവർക്കാണല്ലോ ഇതിനോടെല്ലാം കൂടുതൽ താല്പര്യമുള്ളത്. അവർക്ക് വേണ്ടി മക്കളുമാരെല്ലാം അമ്മമാരടുത്ത് പറഞ്ഞത് ചെയ്യിക്കുക. നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് വരാം. ഇനി ഞാനിതിലേക്ക് ഒഴിക്കുന്നത് നെയ്യാണ്, കുറച്ച് നെയ്യ്. അത് നമ്മുടെ കുട്ടികൾക്കെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. അത് മാത്രവുമല്ല, ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ശകലം നെയ്യ് ചേർക്കുമ്പോൾ അത് ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ്. അത് നമുക്ക് കുറച്ച് നെയ്യ് അതിലേക്ക് ഒഴിച്ച് നമുക്കിനി മാവ് നന്നായിട്ട് ഞവിടാം. മാവ് റെഡിയായിട്ടുണ്ട്. മാവ് ഈ പരുവത്തിനാണ്, അതായത് പുട്ടിൻ്റെ മാവ് ഞങ്ങൾ കുഴച്ചെടുക്കുന്ന അതുപോലെയാണ് ഞാൻ മാവ് ഞവടി വെച്ചിരിക്കുന്നത്. അതിൽ നിന്ന് ഒരു ശകലം കൂടെ ഒന്ന് നനഞ്ഞു പോയാലും കുഴപ്പമില്ല, നനയാതിരിക്കരുത്, കുഴഞ്ഞും പോകരുത്. ഇതിലേക്ക് ഞാൻ ഈ മാവ് ഫില്ല് ചെയ്യാണ്. ഇനി ഇതിലേക്ക് ഇദ്ദേഹത്തെ ഞാൻ ഇതിലേക്ക് ആക്കാൻ പോവുകയാണ്. അതിൻ്റെ തലയാണ്. തല അതിനകത്തേക്ക് ഇറക്കി ഇനി അതിൻ്റെ മീതെ കുറച്ച് മാവ് കൂടി സെറ്റ് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ തലയെല്ലാം ഇതിനകത്തേക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം.
എൻ്റെ കണവ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ഞാൻ കുറച്ച് പുറത്തോട്ടിട്ടിട്ടുണ്ട്, തലഭാഗം കുറച്ച് അകത്തേക്കായിട്ടുണ്ട്. കാരണം ഇത് ഫില്ല് ചെയ്യുമ്പോഴത്തേക്ക് അതുപോലെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് ഇളകിഞ്ഞ് വരും. അതുകൊണ്ടാണ് ഞാൻ നന്നായിട്ട് കുറച്ച് അകത്തേക്കാക്കിയിട്ട് അതിൻ്റെ പിന്നെ എന്താ പറയുന്നത്, ആ തലഭാഗത്തുള്ള അതിൻ്റെ ഇതെല്ലാം ഇനി പുറത്തോട്ട് ഞാൻ ആക്കിയിരിക്കുന്നത് കണ്ടല്ലോ. അപ്പോൾ ഞാൻ ഇതെല്ലാം ഫില്ല് ചെയ്തിട്ട് ഞാൻ വരാം. ഹലോ മക്കളുമാരെ, ഏട്ടന്മാരെ, ചേച്ചിമാരെ, അമ്മമാരെ, അമ്മമ്മമാരെ, മുത്തശ്ശിമാരെ, പിന്നെ അനിയത്തിമാരെ, കുഞ്ഞുമക്കളെ എല്ലാവരെയും കണ്ടോളി. എൻ്റെ കണവ ഞാൻ ഫില്ല് ചെയ്തെടുത്തിരിക്കുകയാണ്. ഇനി നമുക്കിത് ഇഡ്ഡലി കുട്ടത്തിലേക്ക് ആക്കാം. ഞാനൊരു ഇഡ്ഡലി കുട്ടം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അടിയിലത്തെ തട്ട് ഇതിലേക്ക് ഞാൻ വെക്കുകയാണ്. ഇനി നമുക്കതിലേക്ക് വാഴയില വയ്ക്കാം. അപ്പോൾ ഞാൻ ഗ്യാസ് കത്തിച്ചു, വെള്ളം ചൂടായി വരുന്നുണ്ട്. പിന്നെ നമുക്ക് അതിലേക്ക് വാഴയില വാട്ടിയതാണ്, ഈ വാഴയില നമുക്ക് അതിലേക്ക് വെച്ച് കൊടുക്കാവുന്നതാണ്. വാഴയില വെച്ചു. അപ്പോൾ ഞാൻ ഈ കണവ ഫില്ല് ചെയ്തത് ഞാൻ ഇതിലേക്ക് ഇഡ്ഡലി കുട്ടത്തിലേക്ക് വയ്ക്കാൻ പോവുകയാണ്. അതെങ്ങനെയാണ് വെക്കുന്നതെന്നുള്ളത് നോക്കാം. ഇങ്ങനെയൊന്ന് വെച്ചു. അടുത്തതെടുത്ത് ഇങ്ങനെ വെച്ചു. അത് ശരിയാവില്ല, നമുക്കതിനെ തിരിച്ച് കിടത്താം. കാരണം അതിൻ്റെ ആ വാഴയിലയുടെ ആ മധ്യഭാഗത്ത് ആ തണ്ടിൻ്റെ ഇത് വരുമ്പം ഏറ്റിറക്കം പോലെ വരുന്നു. അപ്പോഴിതിൻ്റെ മസാലകൾ ആവിയിൽ വേകുമ്പോഴത്തേക്ക് അത് ഒലിച്ച് പോകും. ഇപ്പം നമുക്കതിനെ തിരിച്ച് കിടത്തി വീണ്ടും വെച്ചു. അടുത്തതും എടുത്ത് നമുക്ക് വയ്ക്കാം. അടുത്തതും വെച്ചു. ചെറിയ ഇതാണ്, അതും അതിലേക്ക് വച്ചു. ഇനി നമുക്കിതിനെ നന്നായിട്ട് വാഴയില നമ്മൾ വാട്ടിയെടുത്തില്ല എന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ സ്വാതന്ത്ര്യമായിട്ട് നന്നായിട്ട് നമുക്കിതിനെ മടക്കാൻ കഴിയില്ല. അപ്പം അങ്ങനെ ശകലം ഒന്ന് വാട്ടിയെടുത്തത് കൊണ്ട് നമുക്കത് നന്നായിട്ട് മടക്കിയെടുക്കാൻ നമുക്ക് പറ്റും. ആ സൈഡ് അങ്ങനെയും പോയി, ഈ സൈഡ് അതിനിടയിലേക്ക് കയറ്റി വെച്ചു. അതുപോലെ ഇതും അതിലേക്ക് കയറ്റി വെച്ചു. ഇനി ഇത് നമുക്ക് അടച്ചു കൊടുക്കാം. ഒരു ഇല പോലും പുറത്തേക്കില്ല. ഇതൊന്ന് നല്ല ഒരു ആവി വന്നതിന് ശേഷം നമുക്കത് ചെറിയ തീ ഒന്ന് ചെറുതായിട്ടൊന്ന് കുറച്ച് ആ മീഡിയം ടൈപ്പിൽ നമുക്ക് പിന്നെ അതിനെ വേവിച്ചെടുക്കാം. വെയിറ്റ് ചെയ്യാം. ഇനി ഞാനിത് തുറന്ന് നോക്കിയാണ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഈ പരുവത്തിലായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു നുള്ള് ഉപ്പ് എടുത്ത്
ഇങ്ങനെ അതിൻ്റെ പുറത്തോട്ട് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഇത് അടുത്ത ആവിയിൽ ഇത് ഈ ഉപ്പെല്ലാ സ്ഥലത്തും ഇത് പിടിക്കുന്നതാണ്. ഇപ്പോഴിതിനകത്ത് അതിൻ്റെ ഈ ഇഡ്ഡലി കുട്ടുവത്തിൻ്റെ വിയർപ്പും ഈർപ്പം എല്ലാം കൂടെ ആയി അതിൻ്റെ ഗ്രേവി എല്ലാം ഒരു ജ്യൂസ് മാതിരി ഇവിടെ ആയിട്ടുണ്ട്. നമുക്കിനി ഇത് കുറച്ച് നേരം തുറന്നിട്ട് വേവിക്കാം. അപ്പോഴത്തേക്ക് ഈ ജ്യൂസ് കണവയുടെ ജ്യൂസ് അത് കുറച്ചുകൂടി ഗ്രേവി ഒന്ന് കട്ടിയാകുമ്പോഴത്തേക്ക് ഇത് തണുപ്പിച്ച് വലിയവർക്കോ കുട്ടികൾക്കോ കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇനി ഇതുപോലെ ഗ്യാസ് കൂട്ടി വെച്ച് ഇത് ഈ പരുവത്തിലിരുന്ന് ഇനി ഒന്നുകൂടി ഒന്ന് വേവട്ടെ. ഞാൻ ഇനി ഗ്യാസ് ഓഫ് ചെയ്യാൻ പോവുകയാണ്. ഇനി അടുത്ത പരിപാടി, ഇനി ഞാൻ ഈ കണവ കുറ്റിയിലേക്ക്, അതായത് പുട്ടവിക്കുന്ന ചില്ലിട്ട് പുട്ടവിക്കുന്ന കുറ്റിയിലേക്ക് ഞാനിത് മാറ്റാൻ പോവുകയാണ്. നിങ്ങൾക്കിത് കാണിച്ചു തരാം. നല്ല ചൂടാണ്. രണ്ട് കണവ ഫില്ല് ചെയ്തത് ഞാൻ ഇതിനകത്തേക്ക് വെച്ചിട്ടുണ്ട്, കുറ്റിയിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇനി ഇതിൽ കൂടി ഒന്ന് ആവി കയറി വരുമ്പോൾ ആ വെള്ള ഈർപ്പം എല്ലാം മാറി എല്ലാം സൂപ്പറായിട്ട് വരും. നമുക്ക് വെയിറ്റ് ചെയ്യാം. നന്നായിട്ട് ആവി വരുന്നുണ്ട്, അടിപൊളിയായിട്ട് ആവി വരുന്നുണ്ട്. അതുപോലെ അതിലെ ഗ്രേവിയാണിത്. നിറവ്യത്യാസം, ഒരു പിങ്ക് നിറം വരുന്നുണ്ട്. അത് അതിൻ്റെ ആ തലയുടെ എല്ലാം ഇതാണ്, കണ്ണിൻ്റെയും തലയുടെയൊക്കെ വൈറ്റമിനും കാര്യങ്ങളും എല്ലാം ഇറങ്ങിയതാണ്. അപ്പോഴിതാണ് അതിൻ്റെ ഗ്രേവി. അപ്പോൾ ഇതിലേക്ക് ഞാനിനി ഒരു നുള്ള് ഉപ്പും ഒരു നുള്ള് മസാലയും ഇതിനകത്തേക്ക് ഇടാൻ പോകുന്നു. നുള്ളെന്ന് പറഞ്ഞാൽ കടുകുളം അത് അപ്പോഴതിൻ്റേതായ ഒരു മണവും ഇഞ്ചി, വെളുത്തുള്ളി, കുരുമുളക്, മസാല ഇതെല്ലാത്തിൻ്റെയും കൂടെ ഒരു മണം അതിനകത്ത് വരും. ശകലം ഉപ്പും കൂടെ ഇടുമ്പോഴത്തേക്ക് നല്ല ഒരു കണവയുടെ ഒരു സൂപ്പാണിത്. എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. കൊച്ചുങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെടും. ഉപ്പ് വേണ്ടാത്തവർക്ക് മക്കളുമാർ ഉപ്പിട്ടത് കഴിക്കത്തില്ല എന്നുണ്ടെങ്കിൽ ശകലം നുള്ളു പഞ്ചസാര ഇട്ട് നമുക്കതിൽ കൊടുക്കാവുന്നതാണ്. നന്നായിട്ടുണ്ടത്. അപ്പോൾ നമുക്കത് വെയിറ്റ് ചെയ്യാം. ഞാൻ ഈ കണവ കുറ്റിയിൽ വെച്ച് വീണ്ടും ആവി കയറ്റിയതാണ്. ഒരു 5-10 മിനിറ്റോളം ആവി കയറിയിട്ടുണ്ട്. അതിന് ഞാനിതിലേക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഹലോ, ഞാനുണ്ടാക്കിയ കണവയ്ക്കകത്ത് മസാലകളും അതിൻ്റെ മാവും പിന്നെ തേങ്ങ, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത്, ഉപ്പ്, പച്ചരിയുടെ മാവ് ഇതെല്ലാം കൂടെ ചേർത്ത് കണവയ്ക്കകത്ത് ഫില്ല് ചെയ്ത് ഞാൻ ആവി കയറ്റി എടുത്തു. കുട്ടുവത്തിനകത്ത് വെച്ച് വാഴയിലയിൽ ആവി കയറ്റി വേവിച്ച് നന്നായിട്ട് നല്ല ചൂട് കൊടുത്തതിന് ശേഷം നല്ല തീയിലിട്ട് വേവിച്ചതിന് ശേഷം പിന്നീട് അത് തീ കുറച്ച് വെച്ച് വേവിച്ച് 3/4 മണിക്കൂറോളം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പുട്ടുകുറ്റിക്കകത്ത് വെച്ച് ഇതിനെ വീണ്ടും ആവി കയറ്റി 5 മിനിറ്റോളം വെച്ച് വീണ്ടും ആവി കയറ്റി വേവിച്ചെടുത്ത സാധനമാണിത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ബാ, നമുക്കിത് കഴിച്ചു നോക്കണ്ടേ? നമുക്ക് എല്ലാവർക്കും കൂടി ഇതൊന്ന് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന്.
അതുപോലെ കഴിച്ചു. നല്ല അടിപൊളി ടേസ്റ്റ്. മക്കൾക്ക് മധുരം, കൊച്ചുങ്ങൾക്കെല്ലാം മധുരം വേണമെന്നുണ്ടെങ്കിൽ ഒരു ശകലം മധുരം അതിനകത്തേക്ക് ആക്കി നെയ്യും കൂടെ ചേർത്ത് റെഡിയാക്കി എടുക്കാം. അല്ലാത്തവർക്ക് മധുരം വേണ്ടാത്തവർക്ക് അല്ലാതെ ചെയ്യാം. മധുരമില്ലാതെയാണ് ഞാൻ ചെയ്തത്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അടിപൊളി സൂപ്പറായിട്ടുണ്ട്. മാവ് കുഴച്ച് വേണമെങ്കിൽ നമുക്കതിനകത്തേക്ക് ഈ പറഞ്ഞ മസാലകളെല്ലാം ചേർത്ത് മാവ് നെയ്യ് ഉൾപ്പെടെ ചേർത്ത് അത് മാവ് അതിനകത്ത് അമുക്കി നമുക്ക് നിറച്ചങ്ങനെ വേണമെങ്കിലും വയ്ക്കാം. പുട്ടുമാവ് ഞവിടുന്നത് പോലെ വേണമെങ്കിലും വയ്ക്കാം. അത് ഈ പറഞ്ഞ രീതിയിൽ തന്നെ നിങ്ങളെല്ലാവരും ചെയ്യണം. ഞങ്ങൾ കഷ്ടപ്പെട്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് ബാക്കി രുചിയായിട്ടുള്ള ഫുഡ് കഴിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ ബൈ, ഗുഡ് നൈറ്റ്.